ദീപാവലി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പ്രേമികൾക്ക് ആഘോഷമാണ്. നമ്മൾ 1995-ലും 2003-ലെ ദീപാവലി സിനിമകളെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2000 ആ വർഷത്തെ ദീപാവലി റിലീസുകളെ കുറിച്ചാണ്. 2000 എന്ന് പറയുന്ന ഒരു വർഷം, ആ വർഷം തമിഴ് സിനിമയ്ക്ക് അത്യാവശ്യം ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച വർഷമായിരുന്നു. ആ ദീപാവലി സീസണിൽ അന്ന് പ്രധാനമായിട്ട് 4 സിനിമകളായിരുന്നു അന്ന് തിയേറ്ററിൽ റിലീസായത്. അതിലൊന്ന് നമ്മുടെ ഉലകനായകൻ കമലഹാസൻ്റെ തെന്നാലി, പിന്നെ വിജയുടെ പ്രിയമാണവളെ, പിന്നെ സീനു എന്ന് പറഞ്ഞൊരു സിനിമ, വാനവിൽ എന്ന് പറയുന്ന ഒരു സിനിമ. അങ്ങനെ ഇങ്ങനെ മൊത്തം 4 സിനിമകളാണ് പ്രധാനമായിട്ട്. വേറെയും 1-2 കൊച്ചു സിനിമകളും കൂടി ഇറങ്ങിയിരുന്നു തോന്നുന്നു. എന്തായാലും ഈ ഒരു 4 സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ അന്നൊരു വിന്നറായത് കമലഹാസൻ്റെ സിനിമ തന്നെയാണ്. അത് കമലഹാസൻ്റെയും വിജയുടെയും രണ്ടും ഒരേപോലെ അന്ന് അത്യാവശ്യം പ്രേക്ഷകർ സ്വീകരിച്ചെങ്കിലും തെന്നാലി ആയിരുന്നു ഒരു പടിക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷൻ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ തെന്നാലി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതിൽ ജയറാമിനാണ് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അന്ന് കമലഹാസനാണ് നായകനെങ്കിലും ഈക്വൽ റോളിൽ വന്ന അന്ന് ജയറാമിനാണ് അന്ന് തമിഴ്നാട് ഗവൺമെൻറ് എന്താ പറയുക ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് അഭിനയത്തിന് കൊടുത്തത്. അത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു വേറെ ഒരു മലയാളി നടനും ഇതുപോലെ അവിടെ പോയിട്ട് മറ്റൊരു നടനും കൂടെ ഇപ്പോൾ ഒരു സിനിമയിൽ ഈക്വൽ ഇമ്പോർട്ടൻസിൽ റോള് ചെയ്തിട്ട് അവാർഡ് വാങ്ങിയ വേറൊരു നടനില്ല മലയാളത്തിൽ. ആ ഒരു സിനിമയിൽ ശരിക്ക് ആ റോളിൽ മോഹൻലാലിനെയാണ് ആദ്യം ആ റോളിലേക്ക് വിളിച്ചത്. പിന്നെ മോഹൻലാലിൻ്റെ ഡേറ്റിനെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണമാണ് മോഹൻലാൽ ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് ജയറാമിന് പോയത്. അത് ഇന്നും നമുക്ക് ജയറാം കമലഹാസൻ കോമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും സിനിമകളൊക്കെ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തെന്നാലി തന്നെയായിരുന്നു തെന്നാലി തന്നെയാണ് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഇപ്പോൾ KS രവികുമാർ എന്ന് പറയുന്ന ഹിറ്റ് ഡയറക്ടറാണ് തെന്നാലി സംവിധാനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം വന്ന് പടയപ്പ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ സിനിമയുടെ ഒരു സക്സസിലൊക്കെ നിൽക്കുന്ന സമയത്താണ് രജനീകാന്ത് KS രവികുമാറിൻ്റെ അടുത്ത് നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് KS രവികുമാർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയത്. അദ്ദേഹം KS രവികുമാർ കൂടിയാണ് സ്ക്രീൻ പ്ലേ ഡയലോഗ്സ്. അപ്പോൾ ക്രേസി മോഹനാണ് ഈ നല്ല ഹ്യൂമർ ഡയലോഗ്സ് ഒക്കെ എഴുതാൻ വളരെ കഴിവുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവന്നതും. ഇവർ രണ്ടുപേരും കൂടി എഴുതുന്ന ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. പിന്നെ തെന്നാലി എന്ന് പറയുന്ന ഒരു പേര് എനിക്ക് തോന്നുന്നത് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. രജനീകാന്താണ് ആ പേര് KS രവികുമാറിന് സജസ്റ്റ് ചെയ്തത്. രജനീകാന്ത് KS രവികുമാറും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിനിമ സംഭവിച്ചത്. പിന്നെ ജ്യോതിക എന്ന് ശരിക്കും പറഞ്ഞാൽ അപ്കമിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊന്ന് സിമ്രാനെ ആ റോളിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ സിമ്രാൻ അത് ചെയ്തില്ല. വേറെ സിനിമകളുടെ തിരക്ക് കാരണം സിമ്രാൻ അത് ചെയ്തില്ല. അങ്ങനെ ജ്യോതികയാണ് ആ റോള് ചെയ്തത്. പിന്നെ ദേവയാനിയാണ് അതിൽ ജയറാമിൻ്റെ വൈഫിൻ്റെ റോള് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും ആ സിനിമ കണ്ടവർക്ക് അറിയാം, നമുക്ക് നല്ല രസമുള്ള സിനിമയായിരുന്നു. റഹ്മാൻ്റെ മ്യൂസിക്, റഹ്മാൻ്റെ എത്രയോ പാട്ടുകൾ, അതിൽ റഹ്മാൻ്റെ ആ ഒരു മ്യൂസിക്കിനെ കുറിച്ചും അതിൽ കമലഹാസൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചൊക്കെ ജയറാം പറയാറുണ്ട്. കാരണം അതിൽ റഹ്മാൻ നമുക്കറിയാം മ്യൂസിക്കിലെ ഒരു വലിയൊരു ലെജൻഡാണ്. റഹ്മാൻ്റെ അടുത്ത് ആരും ഒന്നും ചോദ്യം ചെയ്യില്ല. പക്ഷേ റഹ്മാൻ പോലും പലപ്പോഴും മ്യൂസിക്കൊക്കെ ചെയ്ത് കമലഹാസൻ്റെ അടുത്ത് വന്ന് അതിലൊരു പാട്ട് സീനിൽ ഒരു തുമ്മുന്നത്, ഒരു ജലദോഷം വന്നിട്ട് ജയറാമൊക്കെ തുമ്മുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജയറാമാണോ കമലഹാസനാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ കമലഹാസൻ്റെ ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു എന്നൊക്കെ ജയറാം തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തെന്നാലി അന്ന് ദീപാവലി പ്രേക്ഷകർക്കുള്ള ഒരു ദീപാവലി ഒരു വിരുന്ന് തന്നെയായിരുന്നു. പിന്നെ അടുത്ത സിനിമ വിജയുടെ പ്രിയമാണവളെ. 2000 മെയ്യിൽ റിലീസ് ചെയ്ത ഖുഷി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം, അതിൻ്റെ ഒരു സക്സസ്സിൽ നിൽക്കുന്ന ശേഷം വിജയുടെ റിലീസ് ചെയ്ത സിനിമയാണ് പ്രിയമാണവളെ. അപ്പോൾ പ്രിയമാണവൾ ശരിക്കും ഒരു തെലുങ്ക് സിനിമ, വെങ്കടേഷൊക്കെ അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. ആ സിനിമയും അവിടെ എന്താ പറയുക അന്ന് ദീപാവലി സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ടർ സെൽവഭാരതി അതിന് മുമ്പും വിജയനെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്തിട്ടുണ്ട് വസീകര എന്ന് പറയുന്നൊരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയാം. അത് കുറച്ചുകൂടി ആ നായികയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അന്ന് വിജയ്ക്ക് ആ സിനിമ ചെയ്യാൻ ആദ്യം ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അന്ന് വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖറാണ് അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. SA ചന്ദ്രശേഖർ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞതാണ്. കാരണം വിജയുടെ ഇതേപോലെ 1-2 സിനിമകളിൽ കഥ കേട്ടിട്ട് വിജയ്ക്ക് താല്പര്യക്കുറവ് വന്നപ്പോൾ SA ചന്ദ്രശേഖറാണ് പറഞ്ഞത് ഇത് ചെയ്യണം, ഇതെന്തായാലും ഷുവർ ഹിറ്റോ ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാവണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ തന്നെയാണ് ശരിക്കും വിജയനെ കുറേ നാളുകൾ വിജയ് സ്റ്റാർ ആയതൊക്കെ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലണ്ടനിലൊക്കെയുള്ള സമയത്താണ് വിജയുടെ മകൻ സഞ്ജയ് ജനിയണതും. ഇപ്പോൾ വിജയ്ക്കൊന്നും മകനെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വിജയുടെ മകനെ കാണാൻ പറ്റില്ല. അത് വിജയ് തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സിനിമയുടെ റിലീസിനൊക്കെ ഒരു സമയത്താണ് വിജയ് കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നത്. അങ്ങനെ ഈ കൊക്കക്കോളയായിട്ട് ടൈ അപ്പായിട്ട്
ഇതിൻ്റെ ചില പ്രൊമോഷൻസ് ഒക്കെ അന്ന് വിജയും ഇതിൻ്റെ ഒരു ടീമൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു സിനിമയും തെന്നാലി പോലെ തന്നെ പ്രേക്ഷകർ സ്വീകരിച്ച ഒരു സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ഇപ്പോൾ ഈ പ്രിയമാണവളെയും അതേപോലെ തന്നെ തെന്നാലി എന്ന് പറയുന്ന സിനിമയും ഈ രണ്ട് സിനിമയുടെ ഒരു കോമൺ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് സിനിമയിലും നായകന്മാർക്ക് ഇപ്പോൾ തെന്നാലിയിൽ ജ്യോതിയും ഇതിൽ സിമ്രാനും രണ്ടുപേർക്കും ഡബ് ചെയ്തത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. സവിത റെഡ്ഡി എന്നും പറഞ്ഞിട്ട് ഇന്നും ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അവരാണ് ഈ രണ്ട് സിനിമകളിലെ നായകന്മാർക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ ദീപാവലിക്ക് എന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നത് സീനു എന്ന് പറയുന്ന സിനിമയാണ്. അത് അവിടുത്തെ ഹിറ്റ് മേക്കർ പി വാസുവാണ് സംവിധാനം ചെയ്തത്. കാർത്തിക്കാണ് അതിലെ നായകൻ. അത് നമ്മുടെ മലയാളത്തിലെ 91 റിലീസ് ചെയ്ത ഭരതം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ സിബി മലയിൽ ലോഹിദാസിൻ്റെ കാലത്തെ മികച്ച സിനിമകളൊന്നായ ആ സിനിമയുടെ റീമേക്കാണ് സീനു. പിന്നെ മറ്റൊരു സിനിമ വാനവിൽ എന്ന് പറഞ്ഞ അർജുനും അഭിരാമിയും അഭിനയിച്ച സിനിമയാണ്. അത് അഭിരാമിയുടെ ആദ്യത്തെ തമിഴ് സിനിമയായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡുകൾ 4 സംസ്ഥാന അവാർഡുകൾ ആ വർഷം കിട്ടിയിരുന്നു. അതിലൊന്ന് പ്രകാശ് രാജിന് ഒരു അവാർഡ് ലഭിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ അർജുൻ്റെ സിനിമയും തരക്കേടില്ലാതെ അന്ന് തിയേറ്ററിലുള്ള സിനിമയായിരുന്നു. സീനു അത്ര വിജയമല്ലായിരുന്നു തോന്നുന്നു. പിന്നെ അർജുന് നമ്മളിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം അർജുൻ്റെ 2003 തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അർജുൻ്റെ ഇതേപോലത്തെ താരങ്ങളുടെ ഒപ്പം തന്നെ മറ്റു താരങ്ങളുടെ കൂടെ തന്നെ അർജുൻ്റെയും സിനിമ റിലീസായതും ആ ഒരു സിനിമയും വിജയിച്ച കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അർജുൻ്റേതായ ഒരു ഓഡിയൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ദീപാവലിക്ക് അന്ന് ഉലകനായകനും വിജയും ഒരുമിച്ച് വന്ന് എന്ന് പറയുന്നത് തന്നെയായിരുന്നു അന്നത്തെ ഒരു വിരുന്ന്. ഇപ്പോൾ 25 വർഷമായി 2000-ലാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത്. ഇപ്പോൾ 2025 ഇപ്പോൾ ദീപാവലി വരാൻ പോകുന്നു. അപ്പോൾ എന്തായാലും ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളൊക്കെ തമിഴ് സിനിമകൾ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. പ്രദീപ് രംഗനാഥൻ്റെ ഡൂഡും അതുപോലെ തന്നെ ഹരീഷ് കല്യാണിൻ്റെ ഡീസൽ, പിന്നെ നമ്മുടെ ധ്രുവ് വിക്രമിൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ സിനിമയും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാം. എന്നിട്ട് ഈ ദീപാവലിയിൽ ആരാണ് വിന്നർ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.